നമസ്കാരം. വാസ്തുവും വിശ്വാസം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഗൃഹവാസ്തു പരീക്ഷയുടെ രണ്ടാമത്തെ ചോദ്യമാണ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഗൃഹത്തിൻ്റെ പ്രധാന കിടപ്പുമുറി ഏത് ഭാഗത്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അത് കിടപ്പുമുറിക്ക് ഏത് സ്ഥാനത്തായാലും അതിനനുസൃതമായി 8 ആൻസറുകളുണ്ട്. ഈ 8 ആൻസറുകളിൽ നിങ്ങൾക്ക് യോജിച്ച് നിങ്ങൾ കുറിച്ച് വയ്ക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേക മാർക്ക് അല്ലെങ്കിൽ ഒരു ഗ്രേഡുണ്ട്. ആ ഗ്രേഡും കുറിച്ച് വയ്ക്കുക. അത് 11ാമത്തെ വീഡിയോയിൽ എല്ലാ ഗ്രേഡും കൂടെ കൂട്ടിയെടുത്താൽ മാത്രമേ നിങ്ങളുടെ ഗൃഹത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വീഡിയോയുടെ വിഷയം കുറിച്ച് വയ്ക്കാൻ താല്പര്യപ്പെടുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതായത് ഒന്നാമത്തെ ചോദ്യം ഇന്നത്തെ നിങ്ങളുടെ ഗൃഹത്തിൻ്റെ കിടപ്പുമുറി എവിടെ എന്നുള്ളതാണ്. അപ്പോൾ അത് ആൻസർ 1 വരുമ്പോൾ തെക്ക് പടിഞ്ഞാറാണെങ്കിൽ അതിന് 8 മാർക്ക് നമുക്ക് കൊടുക്കാം. രണ്ടാമത് തെക്ക് ഭാഗത്താണെങ്കിൽ അതിനൊരു 7 മാർക്ക് അല്ലെങ്കിൽ 7 പോയിൻ്റ് കൊടുക്കാം. 3 പടിഞ്ഞാറ് വശത്താണെങ്കിൽ അതിനൊരു 6 പോയിൻ്റ് കൊടുക്കാം. നാലാമത് വടക്ക് പടിഞ്ഞാറാണെങ്കിൽ അതിനൊരു 5 പോയിൻ്റ് കൊടുക്കാം. 5ാമത് വടക്കാണെങ്കിൽ അതിനൊരു 4 പോയിൻ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. 6ാമത് കിഴക്ക് വശത്താണെങ്കിൽ അതിനൊരു 3 പോയിൻ്റ് നൽകാം. 7ാമത് തെക്ക് കിഴക്കാണെങ്കിൽ അതിന് 2 പോയിൻ്റ് മാത്രമേ നൽകാൻ പറ്റൂ. എന്നാൽ 8ാമത് വടക്ക് കിഴക്ക് ഭാഗത്താണ് കിടപ്പുമുറിയെങ്കിൽ 1 പോയിൻ്റ് മാത്രമേ നൽകാൻ പറ്റൂ. ഇതാണ് അതിൻ്റെ ഒരു ഗ്രേഡ് അല്ലെങ്കിൽ ഒരു മൂല്യം. ഈ മൂല്യമാണ് നമുക്ക് കൂട്ടിയ ആ ഗൃഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഘടകം. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ കാണുന്നതിനോടൊപ്പം ഇത് കുറിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ വീഡിയോയിൽ ആദ്യത്തെ ചോദ്യമുണ്ട്. അത് നിങ്ങൾ കാണാത്തത് അത് പോയി കാണുക. കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. 10 വീഡിയോ തുടർച്ചയായി വരുന്നുണ്ട്. ഈ 10 വീഡിയോയും കാണുക. വേണ്ടപ്പെട്ട വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. അടുത്ത 3ാമത്തെ ചോദ്യവും അതിനുള്ള ഉത്തരങ്ങളുമായി അടുത്ത ദിവസം കാണുന്നവരെ നമോ വന്ദനം.